നമ്മുടെ ജീവിതം രണ്ട് ആൽബങ്ങളാണ്. ഒന്ന് സന്തോഷത്തിൻ്റെ ആൽബം, രണ്ട് ദുഃഖത്തിൻ്റെ ആൽബം. സന്തോഷത്തിൻ്റെ ആൽബം വീട് വെഞ്ചിരിപ്പ്, ഒത്തുകല്യാണം, കല്യാണം, കുഞ്ഞിൻ്റെ മാമോദീസ, അവാർഡ് കിട്ടി, ഇതൊക്കെ സന്തോഷത്തിൻ്റെ പടമുള്ള ആൽബം. ദുഃഖത്തിൻ്റെ ആൽബമുണ്ട്. അമ്മയുടെ അപ്പൻ്റെ ശവടക്ക്, അപ്പൻ്റെ അമ്മയുടെ ശവടക്ക്, വണ്ടി അപകടത്തിൽ കയ്യും കാലും ഒടിഞ്ഞ് പ്ലാസ്റ്ററിട്ട് കാഷ്വാലിറ്റി കിടന്ന് എടുത്ത ഫോട്ടോ, ദുഃഖത്തിൻ്റെ ആൽബം. ചിലർക്ക് ഇഷ്ടം എന്നും ഈ ദുഃഖത്തിൻ്റെ ആൽബത്തിൽ നോക്കി കരയാനാണ്. ക്രിസ്മസ് വിളിക്കുന്നു, സന്തോഷത്തിൻ്റെ ആൽബത്തിലേക്ക് കൂടി നമ്മളൊന്ന് നോക്കണം. കുറേ നാളുകൾക്ക് മുമ്പ് 50 വയസ്സ് പ്രായമുള്ള കരിക്കട്ട പോലെ കറുത്ത ഒരു സ്ത്രീ പത്തിപ്പടിക്കുന്ന മോനെയും കൊണ്ട് അച്ഛനെ കാണാൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ചു ഇവൻ്റെ മൊബൈൽ ഫോണിനോട് ഭയങ്കര അഡിക്ഷനാണ്. അച്ഛൻ തലേ കൈവച്ച് ഇവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, വേറെ എന്നാണ്ട് വിശേഷം? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അച്ഛാ കറുപ്പ് മോശം നിറവാണോ? നമ്മൾ കോഫി അന്നൻ കർമ്മനല്ലേ? അതെ. ആഫ്രിക്കക്കാർ കർമ്മനല്ലേ? അതെ. എൻ്റെ അച്ചു അവരുടെ കറുപ്പൊരു ഭാഗ്യം, എൻ്റെ ഈ കറുപ്പ് ഒരു വലിയ ശാപം. അതെന്താ? ഞാൻ ജനിച്ചു വീണ നാളുകളിൽ എൻ്റെ അമ്മ എന്നെ വിളിച്ചു പുള്ളിക്കാക്ക പുള്ളിക്കാക്ക. സ്കൂളിൽ കുട്ടികളെ വിളിച്ചു കരിങ്കാക്ക, കെട്ടിയോൻ വിളിച്ചു മുതുകാക്ക, ഈ മോൻ വിളിച്ചു അമ്മക്കാക്ക. വിളി കേട്ടും അടുത്തു. ഞാൻ വേണ്ട, നീ അമ്മയെ കാക്കയെന്ന് വിളിച്ചാൽ പത്തി തൊരു. കണ്ണുരുട്ടി അവനെ വിരട്ടി വിട്ടു. അവൻ അച്ഛാ ഇനി മേലെ വിളിക്കുകയല്ല. ഇവർ തിരിച്ചു പോയി. 5-6 മാസത്തേക്ക് വന്നില്ല. 6 മാസം കഴിഞ്ഞു. മധ്യവേനൽ അവധിയിൽ ഈ അമ്മ മോനെയും കൊണ്ട് വന്നു. മുഖം പൂർവാധികം ഇടിമിച്ചിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ ഉണ്ട് വിശേഷം? ഓ, എന്നാ പറയാനാ വെച്ചാൽ ഒരു ഇതുമില്ല, ഒരു ഏതാണ്ട് പോലെ. ഞാൻ ചോദിച്ചു, കാക്ക പിന്നെയും പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ? കെട്ടിവനും കാക്കയെന്ന് വിളിച്ചോ? ഇല്ല. നാട്ടുകാർ വിളിച്ചോ? ഇല്ല. ഈ മോൻ വിളിച്ചോ? അച്ഛൻ അവനോട് ചോദിക്കുക, ചേട്ടാ നീ നിൻ്റെ അമ്മയെ കാക്കയെന്ന് വിളിച്ചോ? എൻ്റെ അച്ഛാ വിളിക്കുകയല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ അമ്മയുടെ സങ്കടം എന്നാ? അച്ഛൻ അമ്മയോട് തന്നെ ചോദിക്കുക, എന്നാ സങ്കടമെന്ന്? ദേ കെട്ടിയവൻ വിളിച്ചില്ല, നാട്ടുകാർ വിളിച്ചില്ല, ഈ മോനും വിളിച്ചില്ല, പിന്നെ എന്നാ ആൻറ്റി സങ്കടം? ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛോ ഇവനെ കാക്കയെന്നൊന്നും വിളിക്കണ്ട. പിന്നെ എപ്പോഴെല്ലാം എന്നോട് അരിശം വരുമോ, അരിശം വരുമ്പോൾ ഇവനെന്നെ ഇങ്ങനെ കാണിക്കും. ഇതാണ് പ്രശ്നം. വിളിക്കുകയല്ല, ഇങ്ങനെ കാണിക്കും. എല്ലാം നന്നായിട്ട് പോകുമ്പം വീടിൻ്റെ കോളിൽ നിന്ന് കെട്ടിയവൻ ഭാര്യയെ ഇങ്ങനെ കാണിക്കുമ്പം വാടരുത്. ഭാര്യ ഇങ്ങനെ കാണിക്കുമ്പം ഭർത്താവ് തളരരുത്. മക്കൾ ഇങ്ങനെ കാണിക്കുമ്പോൾ കാരണന്മാർ ഇരുന്ന് പോകരുത്. ദുഃഖത്തിൻ്റെ നടുവിൽ സന്തോഷിക്കാൻ വകുപ്പുണ്ട്. ഏത് പള്ളി ആര് പിടിച്ചാലും ദുഃഖിക്കാനൊന്നുമില്ല. നിങ്ങൾക്കായ രക്ഷകൻ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു.